Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala asrafil mursaleen wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണഗതിയിൽ നിഷേധാത്മകമായി വിലയിരുത്തപ്പെടുന്ന ഒരു ഗുണമുണ്ട്. പക്ഷേ അതിന് വളരെ ക്രിയാത്മകമായ മറ്റൊരു വശവും നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഗുണത്തെക്കുറിച്ച് അറബി ഭാഷയിൽ ഗീറ എന്നാണ് പറയുക. ഗീറ എന്ന പദത്തിന് മലയാളത്തിൽ കൃത്യമായൊരു അർത്ഥം നമുക്ക് പറയാൻ സാധ്യമല്ല. വേണമെങ്കിൽ നമുക്കതിനെ അന്തസ്സ് അല്ലെങ്കിൽ ഒരു നല്ല രൂപത്തിലുള്ള ഒരു അഭിമാനം എന്ന് പറയാം. ദുരഭിമാനവും ഈ ഗീറ എന്ന രൂപത്തിൽ ഉദ്ധരിക്കാറുണ്ട്. ദുരഭിമാനത്തെക്കുറിച്ച്, അതായത് മോശം അഭിമാനം, അതിനും പറയുന്നത് ഗീറ എന്ന് തന്നെയാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിലുള്ള അന്തസ്സോടുകൂടിയുള്ള പെരുമാറ്റം നമ്മളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൻ ജാബിർ ഇബ്നു അതീഖ് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിനൽ ഗീറത്തി മാ യുഹിബ്ബുഹു അല്ലാഹു അസ്സ വജൽ വമിൻഹാ മാ യുബ്ഗിളുഹുല്ലാഹ്. ഈ ഗീറ, അതായത് അന്തസ്സോടെയുള്ള അല്ലെങ്കിൽ സംരക്ഷണാത്മകമായ അഭിമാനത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു തരം ഗീറയുണ്ട്. അതോടൊപ്പം അള്ളാഹു വെറുക്കുന്ന മറ്റൊരു തരം ഗീറയുമുണ്ട്. ഫമ്മൽ ഗീറത്തുല്ലത്തി യുഹിബ്ബുല്ലാഹ് ഫൽ ഗീറ ഫിരീബ്. വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗീറ, അതായത് അന്തസ്സ്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സംരക്ഷണാത്മകമായ അത്തരം അഭിമാനം അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്നാൽ വെറും വൽ ഗീറത്തുല്ലത്തി യുബ്ഗിളുല്ലാഹ ഫൽ ഗീറത്തു ഫി ഗൈരി രീബ. വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ അന്തസ്സിനെ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ദുരഭിമാനം എന്ന് പറയുന്നത്, അതിനെ അള്ളാഹു വെറുക്കുന്നു. ഈ ഹദീസ് അല്ലെങ്കിൽ ഈ ഗീറ എന്നതിൻ്റെ കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിനെ പെട്ടെന്ന് നമുക്ക് എളുപ്പം ഗ്രഹിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രവാചക വചനം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അതായത് അത് ഹസദിനെ കുറിച്ചാണ്, അസൂയയെക്കുറിച്ച്. ഈ അസൂയയുമായി അതിന് ബന്ധമുണ്ടെങ്കിലും സാധാരണഗതിയിൽ പറയപ്പെടുന്ന അസൂയ അല്ല അത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ലാ ഹസദ ഇല്ലാ ഫി ഇസ്നൈൻ. അസൂയ എന്ന് പറയുന്നത് രണ്ട് കാര്യത്തിലൊഴിച്ച് മറ്റൊന്നിലും പാടില്ല. റജുലുൻ അതാഹുല്ലാഹു മാലൻ ഫസല്ലതഹു അലാ ഹലക്കത്തിഹി ഫിൽ ഹഖ്. ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് നൽകി, ആ സമ്പത്ത് അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു, സദക്ക ചെയ്യുന്നു. വറജുലുൻ ആതാഹുല്ലാഹു ഹിക്മതൻ ഫഹുവ യഖ്ദി ബിഹ വയുഅല്ലിമുഹ. ഒരാൾക്ക് അള്ളാഹു അറിവ് നൽകി, അയാൾ ആ അറിവനുസരിച്ച് വിധിക്കുകയും ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിൽ അസൂയ പാടുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് വാസ്തവത്തിൽ അസൂയ എന്ന് വിളിക്കാൻ പറ്റില്ല. മറിച്ച് അസൂയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരാൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നതാണ് അസൂയ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ അദ്ദേഹത്തിന് ലഭിച്ചത്, അതായത് ഒരു പണക്കാരൻ, ധാരാളമായി ഉദാരനായ ഒരു പണക്കാരൻ, ആ പണക്കാരന് പണം ലഭിച്ചതുകൊണ്ട് അയാൾ സമ്പത്ത് ദാനം ചെയ്യുന്നു. അങ്ങനെ അയാൾക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്നു. അതുകൊണ്ട് എനിക്കും ആ സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ദാനം ചെയ്യാം എന്ന ഒരു നന്മയോടുള്ള താല്പര്യമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നന്മ പ്രതിഫലം വാരിക്കൂട്ടുന്ന ആളുകളോടുള്ള താല്പര്യമാണ് അതിന് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കാൻ പ്രേരിപ്പിക്കുന്നത്. മാത്രവുമല്ല, നമ്മൾ ആ ധനികനായ മനുഷ്യന് എന്തെങ്കിലും ദോഷം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് അവർ ചെയ്യുന്ന അതേ നന്മകൾ അതുപോലത്തെ ഉന്നതമായ ലക്ഷ്യത്തോടും നല്ല ഉദ്ദേശത്തോടും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. നമുക്ക് ഈ ദുനിയാവിനോട് അങ്ങനെ അസൂയ ഇല്ല. പിശാചിൻ്റെ അസൂയയുമല്ല അത്. മറ്റുള്ളവർക്ക് ദോഷം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. അതുപോലെ തന്നെയാണ് അറിവിൻ്റെ വിഷയത്തിലും. അവിടെയും ആ അറിവ് മറ്റേയാളുടെ അറിവ് നീങ്ങിപ്പോകണമെന്നോ അയാൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കണമോ എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. മറിച്ച് അതുപോലെ എനിക്കും അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ എനിക്കും ആ അറിവ് അനുസരിച്ച് വിധിക്കാനും ആളുകൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാനും സാധിക്കുമായിരുന്നല്ലോ എന്ന ആഗ്രഹമാണ് അതിൻ്റെ പിന്നിൽ.
അതുപോലെ തന്നെയാണ് ഈ ഗീറ എന്ന് പറയുന്ന പദത്തിൻ്റെയും അർത്ഥം. അതായത് സത്യവിശ്വാസികൾ അന്തസ്സോടെ പ്രവർത്തിക്കാനും സ്വന്തം സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ഒക്കെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല ആളുകളെ പ്രേരിപ്പിക്കുന്നു, മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിൻ്റെ ഈ ഗീറ, നല്ല ഗീറ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ പറഞ്ഞ അന്തസ്സ്, സംരക്ഷണാത്മകമായ അഭിമാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പരിചയമില്ലാത്ത ഒരു അപരിചിതനോ അയാൾ ഉപദ്രവിക്കപ്പെടുമ്പോഴോ വഞ്ചിക്കപ്പെടുമ്പോഴോ ഒക്കെ നമ്മളെങ്ങനെ പ്രതികരിക്കും? ഇതാണ് ഗീറ, നല്ല ഗീറ വെളിവാക്കുന്ന ഒരു രംഗം. അവിടെ നമ്മൾ അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ, അവരുടെ അന്തസ്സിനെ സംരക്ഷിക്കാൻ നമ്മൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനെ നല്ല ഗീറ എന്ന് പറയാൻ സാധിക്കും. ഉദാഹരണത്തിന് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെക്കുറിച്ച് മാൽക്കം എക്സ്, അതായത് അൽഹാജ് മലിക് അൽ ഷബാസ് എന്ന് ഇസ്ലാം സ്വീകരിച്ച മാൽക്കം എക്സ്, അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നവർ ഈ കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെ ആണെന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകളെ ആരും അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. ലോകത്തെവിടെയെങ്കിലും അത്തരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് വാസ്തവത്തിൽ അഭിമാനം, സംരക്ഷണാത്മകമായ അഭിമാനം, അന്തസ്സ് സംരക്ഷിക്കാനുള്ള ഗീറ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ലോകത്തെവിടെയെങ്കിലും നമ്മുടെ സഹോദരിമാർ അപമാനിക്കപ്പെടുമ്പോഴോ ചൂഷണം ചെയ്യപ്പെടുമ്പോഴോ നമുക്ക് എന്തു തോന്നുന്നു? അത് നമ്മളിൽ ഒരു രോഷമോ ഒരു അന്തസ്സിൻ്റെ ഒരു ബോധമോ ഉണർത്തുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. വംശീയമായി വിവേചനം അനുഭവിക്കുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ, ഉദാഹരണത്തിന് റോഹിംഗ്യൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ ചൈനയിലെ ഉയ്ഗൂർ മുസ്ലിങ്ങൾ, അവർ മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം ഉപദ്രവിക്കപ്പെടുന്നു, അവരുടെ അന്തസ്സ് തകർക്കപ്പെടുന്നു. ഇത് നമ്മെ അസ്വസ്ഥരാക്കുകയും അവരെ സഹായിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അഭിമാനബോധം നമ്മിൽ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗീറ എന്ന് പറയുന്നത്. ഈ ഗീറയുടെ നമുക്കുള്ള പ്രചോദനം അത് അള്ളാഹുവിനോടോ അള്ളാഹുവിൻ്റെ ദൂതനോടോ അല്ലെങ്കിൽ മതചിഹ്നങ്ങളോടോ ഒക്കെയുള്ള ആ താല്പര്യമാണ്. ആ ഗീറ കാരണമാണ് നമ്മൾ പലപ്പോഴും നമുക്ക് പ്രവർത്തിക്കാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ കണ്ടുവരുന്ന ഒരു ഗീറ എന്ന് പറയുന്നത്, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ കാർട്ടൂൺ വരയ്ക്കുകയോ അല്ലെങ്കിൽ പ്രവാചകൻ്റെ പേര് അപമാനിക്കപ്പെടുമ്പോഴോ ഒക്കെ ചില ആളുകൾ നമുക്ക് കാണാറുണ്ട്. അവർ തെരുവിലിറങ്ങി വലിയ പ്രകടനം നടത്തുകയും മറ്റുള്ളവരുടെ വസ്തുക്കൾ തകർക്കുകയും അതുപോലെ വലിയ കുഴപ്പങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു. അതൊരർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ടല്ല, മറിച്ച് അത് സംസ്കാരശൂന്യമായ പെരുമാറ്റവും തെറ്റായ ഗീറയുമാണ്. നമ്മൾ പ്രവർത്തിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തസ്സിന് ചേരുന്ന രീതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം എതിർപ്പുകളെ എങ്ങനെയാണോ കണ്ടത്, അതിനോടൊക്കെ എങ്ങനെയാണോ പ്രവാചകൻ പ്രതികരിച്ചത്, അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗങ്ങളോട് ഉണ്ടാകേണ്ട ഒരു അന്തസ്സ്. അതായത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനെയും ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെയും മറ്റുള്ളവർ അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കണം. പക്ഷേ ഇന്ന് പലപ്പോഴും ഇത് ഒരു ദുരഭിമാനക്കൊലയുടെയൊക്കെ ഭാഷയായിട്ട് ഇതിനെ വിലയിരുത്താറുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് അത് മാറിപ്പോകാറുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇസ്ലാമിലില്ല. ദുരഭിമാനക്കൊല എന്ന് പറയുന്ന ഒരു കൊല ഇസ്ലാമിലില്ല. അതായത് തനിക്കിഷ്ടപ്പെടാത്ത ഒരാളെ തൻ്റെ അടുത്ത ബന്ധത്തിലുള്ളൊരു സ്ത്രീ വിവാഹം ചെയ്യുകയോ അവരുടെ കൂടെ കാണപ്പെടുകയോ ചെയ്താൽ അതിനുവേണ്ടി ഈ സ്ത്രീയെ കൊല്ലുന്ന അല്ലെങ്കിൽ അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ എന്ന പേരിൽ, കുടുംബത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ എന്ന പേരിൽ അത്തരം ആളുകളെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു നടപടി അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് അതൊരു നിരപരാധിയെ ഉപദ്രവിക്കുന്ന വലിയ ധിക്കാരമാണത്, ഒരു തിന്മയാണ്. ഇങ്ങനെ ക്രൂരമായി പെരുമാറാൻ ഇസ്ലാം ഒരിക്കലും കൽപ്പിക്കുന്നില്ല. അത്തരം ദുരഭിമാന കൊലയ്ക്ക് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അത് അള്ളാഹുവിനോ റസൂലിനോ വേണ്ടിയിട്ടല്ല, മറ്റെന്തിനോ വേണ്ടി ഒരു തറവാട് അല്ലെങ്കിൽ ഒരു ദുഷ്പേര് മാറ്റാൻ വേണ്ടി എന്ന പേരിൽ ചെയ്യപ്പെടുന്നത് വാസ്തവത്തിൽ ഗുരുതരമായ തെറ്റും അള്ളാഹുവിങ്കൽ ശിക്ഷ അർഹിക്കുന്നതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് നമ്മുടെ സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും അന്തസ്സ് സംരക്ഷിക്കാനും നിലനിർത്താനും
അള്ളാഹു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മൾ സംശയാലുക്കളോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരോ ആകരുത്. പകരം അന്തസ്സോടെ കാര്യങ്ങളെ കാണാനും മാന്യത പുലർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു പരിശുദ്ധമാക്കിയ കാര്യങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. മറ്റു മനുഷ്യർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അന്തസ്സും മാന്യതയും നമ്മൾ നിലനിർത്തണം. വലഖദ് കറംന ബനി ആദം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. അപ്പോൾ അത്തരം ആരോഗ്യകരമായ അഭിമാനത്തെയും മറ്റുള്ളവരുടെ മാന്യതയെ ബഹുമാനിക്കുന്നതിന് വേണ്ടി നാം കളിക്കുന്ന ഗീറ, സംരക്ഷണാത്മകമായ ആ ആദരവിനെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങൾ സത്യവിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത് അതിക്രമങ്ങളിലേക്ക് വഴിമാറാതെ ആളുകളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിനും മാത്രമായിട്ട് ഇത് നിലനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.